ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 8 വെള്ളിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീഡിയോക്കൊരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാളെ റേഷൻ വിതരണത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, കിറ്റ് വിതരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. ഡിസംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് വാങ്ങാനുള്ള അവസാന അവസരം നാളെയും മറ്റന്നാളും മാത്രമാണ് ഉള്ളത്. അതായത് ജനുവരി 8, 9 ദിവസങ്ങളിൽ മാത്രമാണ് ഇനി അത് കിട്ടുക. ഇനി അത് നീട്ടി നൽകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കടകളിലും ഇതിൻ്റെ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി കിറ്റുകൾ ആരെങ്കിലും വാങ്ങിയിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റേഷൻ കടകളിൽ പോയിട്ട് വാങ്ങേണ്ടതാണ്. ഇല്ലെങ്കിൽ ആ കിറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. മറ്റൊന്ന്, നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാളെ ജനുവരി മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടകളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഏകദേശം കടകളിലെല്ലാം ജനുവരി മാസത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങളുടെ ലോഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശ കടകളിലെല്ലാം സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ മണ്ണെണ്ണ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പല റേഷൻ കടകളിലും. അപ്പോൾ മണ്ണെണ്ണ ഈ മാസം എല്ലാ റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ ഉണ്ട്. അത് സ്റ്റോക്കുകൾ എത്താത്തത് കൊണ്ടാണ് അതിൻ്റെ വിതരണം നടക്കാത്തത്. ബാക്കിയുള്ള അരികളും പഞ്ചസാര, മഞ്ഞ കാർഡിനുള്ള പഞ്ചസാര, വിവിധ തരം അരികൾ, ഗോതമ്പ്, ആട്ട ഇവയെല്ലാം റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. ഇനി എത്താത്ത ഏതെങ്കിലും റേഷൻ കടയുണ്ടെങ്കിൽ അത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റേഷൻ കടയിലേക്ക് എത്തുന്നതാണ്. അടുത്ത തിങ്കളാഴ്ചയോടുകൂടി ജനുവരി മാസത്തെ റേഷൻ വിതരണം സജീവമാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിറ്റിൻ്റെ കാര്യമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കിറ്റ് വാങ്ങാൻ ഇനി 2 ദിവസമാണ് ബാക്കിയുള്ളത്. ഡിസംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് വാങ്ങാത്ത എല്ലാവരും ആ കിറ്റ് പോയിട്ട് വാങ്ങേണ്ടതാണ്. ഇല്ലെങ്കിൽ ആ കിറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് അതിനു മുമ്പ് കിട്ടിയ 3 മാസത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഡിസംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ്. ഭക്ഷ്യ സാധനങ്ങൾ അതിൽ വ്യത്യാസമുണ്ട്. അതിൽ ആദ്യം ലഭിച്ച കിറ്റിനേക്കാളും 1 കിലോ തൂക്കക്കുറവായിരിക്കും. പക്ഷേ മൂല്യം അത് തന്നെയായിരിക്കും. 1 കിലോ ഉപ്പും 1 കിലോ ആട്ടയും 1/2 കിലോ പഞ്ചസാരയും 250 ഗ്രാം വീതം കടലയും ഒഴിവാക്കിക്കൊണ്ട് ഉഴുന്ന്, ചായപ്പൊടി, മുതലായ സാധനങ്ങൾ ആഡ് ചെയ്തുകൊണ്ടാണ് ക്രിസ്മസ് കിറ്റ് എന്ന പേരിൽ ഡിസംബർ മാസത്തെ കിറ്റ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ലഭിച്ച കിറ്റിൽ നിന്നും വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ കിറ്റ് തുറന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പല ആളുകളുടെ കിറ്റിൽ നിന്നും 1/2 ലിറ്റർ വീതമുള്ള വെളിച്ചെണ്ണയും ചായപ്പൊടിയും നഷ്ടപ്പെട്ടു എന്നുള്ള പരാതികൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കിറ്റിനെക്കുറിച്ചിട്ടുള്ള പരാതികൾ സിവിൽ സപ്ലൈസ് ഓഫീസിൽ നേരിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.